സുജയ, സർക്കാർ പ്രതിരോധത്തിലാണോ? സർക്കാർ പ്രതിരോധത്തിലാണോ എന്നുള്ള ചോദ്യം തന്നെ ഇന്നത്തെ ദിവസം അപ്രസക്തമാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് ആർക്ക് വേണമെങ്കിലും ഏത് വിഷയത്തിലും ചോദ്യങ്ങൾ ഉന്നയിക്കാം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് 1 മണിക്കൂറെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ, അതായത് 50 മിനിറ്റ് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ട് 10 മിനിറ്റിൽ 5 ചോദ്യം എടുക്കുന്ന സ്ഥിരം വാർത്താ സമ്മേളനമല്ല, 6 മണി വാർത്താ സമ്മേളനത്തിന്റെ ശൈലിയല്ല, മുഖാമുഖം വന്ന് മുഖ്യമന്ത്രി വന്നിരുന്നതാണ്. ആ കാര്യത്തിൽ എല്ലാ ചോദ്യങ്ങളും ഇഡിയുടെ നോട്ടീസ് അടക്കമുള്ള എല്ലാ ചോദ്യങ്ങളും മുഖ്യമന്ത്രി നേരിട്ടു. ഒരു സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രി വന്നിരുന്ന് ഒരു മീറ്റ് ദ പ്രസ് നടത്തുമ്പോൾ അത് ഏത് ചോദ്യവും ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുമ്പോൾ എങ്ങനെയാണ് സർക്കാർ പ്രതിരോധത്തിലാണ് ഈ വിഷയത്തിൽ എന്ന് പറയാൻ കഴിയുക? കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു, ഇഡിയുടെ നോട്ടീസ് വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയല്ലേ മുഖ്യമന്ത്രി കൊടുത്തത്? ഒരു ലൈംഗിക വൈകൃതക്കാരനാണ്. ഈ വിഷയത്തിൽ പോലീസ്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന്റെ കൂടി തലവനായ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിൽ ഫലപ്രദമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ കണ്ണു വെട്ടിച്ച്, ആൻഡോ സാർ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെടാതിരുന്നതാണ്, അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞോട്ടെ എന്ന് വെച്ച്, ഇവിടെ സംരക്ഷണം ഒരുക്കുന്നത് ആരാണ് എന്ന് മാഡം തിരിച്ചു ചോദിച്ചല്ലോ. മുഖ്യമന്ത്രി എന്ന് മറുപടി പറഞ്ഞു. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സംരക്ഷണം ഒരുക്കുന്ന നടപടികൾ ബോധപൂർവ്വം സംരക്ഷിക്കാൻ നടപടിയെടുത്തു എന്ന് തന്നെ സംശയിക്കണം. പറയുന്നത് സ്റ്റേറ്റിന്റെ തലവനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ഞാൻ അവിശ്വസിക്കുന്നില്ല. അപ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നത് പിടിക്കുമല്ലോ, പറയട്ടെ, അപ്പോൾ പിടിക്കണമല്ലോ, പിടിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു അമിത ആത്മവിശ്വാസം നിന്ന് വരുന്നതാണ്. അത് കോൺഗ്രസ് തരുന്ന ഒരു ആത്മവിശ്വാസമാണ്. ഒന്നുമല്ല, ഉണ്ട നെഞ്ചത്ത് കൊള്ളും, ഉണ്ട നെഞ്ചത്ത് കൊണ്ട് ചത്തുമലച്ച് കിടക്കാൻ തയ്യാറായിക്കോളൂ. കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ. ശരി, ഇവിടെ ഞാനത് വേറൊരു കോൺടെക്സ്റ്റിലേക്ക് കൊണ്ടുപോകുന്നില്ല. താങ്കൾ പറഞ്ഞ വാക്കിൽ പിടിച്ചു വേണമെന്നുണ്ടെങ്കിൽ ആരാണ് അതിന് പോയതെന്നുള്ളത് പറയാം. ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് നിൽക്കട്ടെ. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള അവസരമാണ്. വഴിതിരിച്ചു വിടാനുള്ള കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആ ഒരു വഴുക്കൽ ന്യായം അത് ശരി. പക്ഷെ താങ്കൾ കുറെ നേരമായി ബാറ്റ് ചെയ്തത് രാഹുൽ ശരി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ CPIM നടപടി എടുക്കുന്നില്ല. CPIM ആണോ രാഹുൽ മാങ്കൂട്ടത്തിനെ പോയി പിടിക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. CPIM പോയി രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ള രീതിയിൽ CPIM നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ CPIM എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നറേറ്റീവ് ഒക്കെ, അതൊക്കെ എത്ര ഒരു റിഡിക്കുലസ് ആയിട്ടുള്ള ഒരു നറേറ്റീവാണ് സെറ്റ് ചെയ്യുന്നത്. ശരിക്കും തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി വോട്ട് ചോദിക്കാനായി ഞാൻ കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ പറഞ്ഞതാണ്. ഒരു പുരുഷ സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് ഒരു വീട്ടിൽ കയറി സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ കഴിയുക? ഒരു ബലാത്സംഗിയെ കൊണ്ടു നടന്ന ഒരു പാർട്ടിയുടെ അംഗമായിരുന്നു കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ കഴിയുക? നാണം കെട്ട് പ്രതിരോധത്തിൽ നിൽക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ? ഇനിയും പോലീസിന്റെ കഴിവുകേട്, പോലീസ് പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലീസ് പിടിക്കേണ്ട ആ കുറ്റകൃത്യം ഏറ്റവും ഗുരുതരമായ, കേരളത്തിൽ ഇന്നേ വരെ ഒരു MLAയും ചെയ്തിട്ടില്ലാത്ത, ഇന്ത്യയിൽ ഇന്നേ വരെ ഒരു MLAയും ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയും ചെയ്തിട്ടില്ലാത്ത കുറ്റകൃത്യം തന്നെയാണ്. പ്രജ്വൽ രേവണ്ണയുടെയോ മറ്റാരുടെയോ കേസ് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഇതുപോലെ ഗർഭിണിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് തുടർച്ചയായി പെൺകുട്ടികളെ ഇരയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൈകൃതത്തിനുടമയായ ഒരാളെ, അതൊരു വൈകൃതം തന്നെയാണ്. അതായത് ഗർഭമുണ്ടാക്കുക എന്ന് പറയുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു റേപ്പിസ്റ്റിന്റെ മനോഭാവമാണ് അയാൾക്കുള്ളത്. അതുപോലെ ഒരാളെ മറ്റൊരാളുമായും ഒരു കേസുമായി ഇക്വേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ലൈംഗിക വൈകൃതത്തിന് അടിമയായ ആ രാഷ്ട്രീയക്കാരൻ, അയാളെ തുറന്നു കാട്ടുക തന്നെ വേണം. അയാൾ തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് ഇങ്ങനെ പിന്നാലെ ഓടുമ്പോൾ ഇയാൾ പോയി ഒളിവിൽ പാർക്കുന്ന ഇടങ്ങളും, അവസാനമായി മൊബൈൽ ഫോൺ ഓൺ ആയപ്പോൾ അത് സുള്ളയിലാണ് ലൊക്കേഷൻ കാണിച്ചത്. അതുവരെയുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. ഇനി എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം നേടിയെടുത്തതിന് ശേഷം വിജിഗീഷുമായി രംഗത്ത് വരുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരിക്കും നിങ്ങളൊക്കെ ഒരു പക്ഷേ പ്രതീക്ഷിക്കുക. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ, ജനങ്ങളുടെ കോടതിയിൽ അയാൾക്കുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ആൾക്കാരുടെ മേലെ അങ്ങനെ ചാർത്തല്ല. അഭിപ്രായം പറയാൻ അങ്ങനെ പറയുന്നു. നിങ്ങളത് അതിനെ പിന്താങ്ങുന്നെങ്കിലും പോലീസ് പിടിക്കുന്നത് മാഡം കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ ഏറ്റു പറയുമ്പോഴേക്ക് തിരിച്ചു പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം.
പറയുന്ന വാദങ്ങൾ സിപിഎമ്മിന്റെ വാദ പറഞ്ഞെന്ന് പറഞ്ഞാൽ സിപിഎമ്മിന്റെ വാദമാണോ പറഞ്ഞത്? ഞാൻ എന്റെ വാദമാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്റെ വാദമാണ് പറഞ്ഞത്. ഞാൻ എന്റെ വാദമാണ് പറഞ്ഞത്. ഞാൻ എന്റെ വാദമാണ്, എന്റെ അഭിപ്രായമാണ്, എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അല്ലല്ല, എന്തെങ്കിലും ചാർത്തി വെക്കാൻ പറ്റില്ല. ഞാൻ ചാർത്തി വെച്ചില്ല. മാഡത്തിന് ഇത്ര പൊള്ളുന്നത് എന്തിനാ? അല്ല, എനിക്കല്ല പൊള്ളുന്നത്. 2 പ്രാവശ്യമായി പറഞ്ഞു. ഞാനും ഇത് ചർച്ച നിയന്ത്രിക്കുന്ന ആളാണല്ലോ. ആരുടെ പേരിലും ഇന്ന പാർട്ടി എന്ന് അങ്ങനെ ചാപ്പ കുത്താൻ പറ്റില്ലെന്നേ നമ്മൾ അഭിപ്രായം പറയാം. ശരി, അപ്പോൾ സിപിഐഎമ്മിനെയും അതുപോലെ തന്നെ ബിജെപിയും ഒക്കെ എടുത്ത് ഇവിടെ ജിമ്മി ജെയിംസ് പറഞ്ഞപ്പോൾ ഈ എതിർപ്പൊന്ന് മോഡറേറ്ററുടെ ഭാഗത്ത് നിന്ന് കണ്ടില്ല. അല്ലല്ല, ബിജെപിയുടെ ഒരാളെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ ഇടപെടുന്നു. അങ്ങനെ ഇടപെടുന്ന കാര്യമില്ലല്ലോ. അല്ലല്ല, മാഡം പറഞ്ഞാണ് ഇടപെട്ടില്ല. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്കും എം എൻസലിനുമെതിരെയൊക്കെ നടപടി എടുത്തിട്ടാണ് കോൺഗ്രസ് ഈ പറയുന്നത് എന്നുള്ളത് അറിയുമ്പോഴത്തേക്കും എനിക്ക് വലിയ ആത്മാഭിമാനം തോന്നുന്നുണ്ട്. കാരണം അവരൊക്കെ ജയിലിൽ കിടന്നതിനെതിരെ നടപടി എടുത്തിട്ടാണല്ലോ ബാക്കിയുള്ളവർക്കെതിരെ നടപടി എടുത്തില്ല എന്നൊക്കെ പറയുന്നത്. ഇന്നലെ ഗതികെട്ടാണ് നടപടിയെടുത്തത്. ഇന്നലെ സമൂഹ മധ്യത്തിൽ മുഖം വികൃതമായി പൊളിഞ്ഞിളകി നിന്നതിന് ശേഷമാണ് നടപടിയെടുത്തത്. അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടിയിട്ടൊന്നുമല്ല. നടപടിയെടുത്ത് കയ്യിൽ വെച്ചേക്കായിരുന്നു. അതെ, അടുത്ത മിനിറ്റിൽ പുറത്തുവിടാൻ. അതായത് മുൻകൂർ ജാമ്യമില്ല എന്ന് കോടതി വിധി പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മിനിറ്റിൽ ഇതാ നടപടി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താക്കുറിപ്പ് പുറത്തേക്ക് വിടുകയാണ്. പറയട്ടെ. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് പുറത്തു വന്നതെല്ലാം ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായി അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോഴും സർക്കാർ പ്രതിരോധത്തിലാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ വക്രബുദ്ധി ഞാനൊന്ന് തുറന്നു കാട്ടാൻ വേണ്ടി ഇത്രയും ഞാൻ പോയി എന്നേ ഉള്ളൂ.